ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു കിഡിലം ഡയറ്റ് റെസിപ്പി ആയിട്ടാണ്. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രിൽഡ് ഫിഷ് വിത്ത് സാലഡാണ്. അപ്പം ആദ്യം തന്നെ നല്ലതുപോലെ കഴുകിയ മീനിൽ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചില്ലി ഫ്ലേക്സും ചേർക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് ഓപ്ഷണലാണ്. മുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് മുളക് പൊടിയോ പച്ചമുളകോ യൂസ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഉപ്പ് ഇച്ചിരി കൂടുതലായിട്ട് ചേർക്കണ്ട. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാലഡിനകത്തും നമ്മൾ ചേർക്കുന്നുണ്ടായതുകൊണ്ട് ഒരു രണ്ടും കൂടെ ഈക്വൽ രീതിയിൽ പോകാൻ വേണ്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഫിഷ് മസാലയും ചേർത്ത് നന്നായി യോജിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫിഷ് ആയതുകൊണ്ട് ചിക്കൻ പോലെ അത്ര ഹാർഡല്ല. ഫിഷ് വളരെ പെട്ടെന്ന് ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഉടഞ്ഞു പോകാത്ത രീതിയിൽ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സാലഡിലേക്ക് വേണ്ട സാധനങ്ങൾ കണ്ടാലോ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രൊക്കോളി, ക്യാരറ്റ്, ക്യാപ്സിക്കം, കുക്കുംബർ, സാലഡ് ലീഫും പിന്നെ റെഡ് ക്യാബേജുമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഫിഷ് ഗ്രില്ല് ചെയ്യാം. 1 മണിക്കൂറിന് ശേഷമാണ് ഞാനിവിടെ ഫിഷ് ഗ്രില്ല് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഗ്രില്ലിംഗ് പാനിലേക്ക് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത് ഗീയാണ്, നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ നോർമൽ നമ്മുടെ കോക്കനട്ട് ഓയിലും അങ്ങനെ എന്ത് ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം 1 by 1 ഞാൻ ഫിഷ് എല്ലാം ഗ്രില്ല് ചെയ്യാൻ വെച്ചു. അപ്പം ഗ്രില്ല് ചെയ്യാൻ നേരത്തെ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഫ്രൈ ചെയ്തല്ല എടുക്കേണ്ടത്, ജസ്റ്റ് ചുട്ടെടുക്കുന്നത് പോലത്തെ ഒരു ഫ്ലേവറാണ് വേണ്ടത്. അപ്പം നമ്മുടെ ഫിഷൊക്കെ നല്ലതുപോലെ ഗ്രില്ലായി കിട്ടി. അപ്പം ഞാൻ അതേ പാനിൽ എണ്ണയൊന്നും ഒഴിക്കാതെ നമ്മൾ സാലഡിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സോട്ടേ ചെയ്ത് എടുക്കുവാണ്. ഇത് ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടാണ് സോട്ടേ ചെയ്യുന്നത്, ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടി. അതുപോലെ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിലേക്ക് സീസൺ ചെയ്യാനായിട്ട് ഞാൻ ഇച്ചിരി ലെമൺ ജ്യൂസും ടേസ്റ്റിനനുസരിച്ച് സോൾട്ടും ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്. എരിവ് ഇഷ്ടമുള്ളവർ മാത്രം ചില്ലി ഫ്ലേക്സ് ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഞാൻ സാലഡ് ലീഫും ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന റെഡ് ക്യാബേജും ഇട്ടിട്ടുണ്ട്. റെഡ് ക്യാബേജ് വളരെ നല്ലതാണ്, ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്, നമുക്ക് ആൻറ്റി ഓക്സിഡൻസും അങ്ങനെ പല ഗുണങ്ങളുള്ളതാണ് റെഡ് ക്യാബേജ്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ അരിഞ്ഞു വെച്ചിരുന്ന കുക്കുംബറും ഇട്ട് ഇത്തിരി ഉപ്പും നാരങ്ങ നീരും ഒഴിച്ച് മിക്സ് ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ സോട്ടേ ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് മൊത്തം അതിലേക്ക് ഇട്ട്, ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ചീസിൻ്റെ സ്ലൈസ് ഇട്ടിരുന്നു, അതും ഓപ്ഷണലാണ്. അപ്പം ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഫിഷ് ഉടയാതെ സൂക്ഷിക്കുക. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാം. അപ്പോൾ എൻ്റെ ഈ സീരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.